നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാംഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാംഖ്യയോഗ ഒരു പുരാതന പാരമ്പര്യമാണ്. കൂടാതെ ഹിന്ദുമതത്തിലെ 6 പ്രധാന പരമ്പരകളിൽ ഒന്നുമാണ്. ഭഗവത്ഗീതയിൽ വിവരിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില യോഗങ്ങളാണ്. സാംഖ്യ തത്വശാസ്ത്രം പ്രപഞ്ചത്തിലെ 2 യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതായി കണക്കാക്കുന്നു: പുരുഷനും പ്രകൃതിയും. പുരുഷൻ ഏതെങ്കിലും രൂപത്തിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൃഷ്ണൻ അർജുനനെ അവൻ്റെ കടമകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയും അതെങ്ങനെ ചെയ്യണമെന്നുമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അർജുനൻ തൻ്റെ കർത്തവ്യം ഉപേക്ഷിച്ച് കൃഷ്ണനിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങൾ തേടുന്നു. ആത്മാവിന് ജനനമോ മരണമോ ഇല്ല. ഭൗതിക ജീവിതം നിസ്സാരമാണ്. ദുഃഖവും സുഖവും ക്ഷണികമാണെന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ദുഃഖം തടയാനുള്ള മാർഗം, ഒരു യോദ്ധാവിൻ്റെ സവിശേഷതകൾ, കർമ്മയോഗയുടെ പ്രഭുത്വം, സകാമകർമ്മത്തിലെ തെറ്റുകൾ, കർമ്മയോഗയുടെ സവിശേഷതകളും അതിൻ്റെ ഫലങ്ങളും, സുസ്ഥിരബോധമുള്ള വ്യക്തിയുടെ സവിശേഷതകൾ എന്നിവയാണ് പറഞ്ഞു നിർത്തുന്നത്. ഇവിടെ സുസ്ഥിരബോധമുള്ള വ്യക്തിയുടെ അഥവാ സ്ഥിതപ്രജ്ഞൻ ആരാണെന്ന് ഒന്ന് നോക്കാം. യുക്തിവിചാരത്തിലൂന്നിയ ഈ അധ്യായം യഥാർത്ഥത്തിൽ സംക്ഷിപ്ത ഗീതയാണ്. സംഭീതനായ അർജുനൻ സന്യാസിയാകുവാൻ തന്നെ തയ്യാറാണെന്ന് ഭഗവാനോട് പറയുകയുണ്ടായി. വിഷമിച്ചു നിന്ന അർജുനന്റെ മുന്നിലേക്കാണ് ഭഗവാൻ സ്ഥിതിപ്രജ്ഞന്റെ പൂർണ്ണരൂപം അവതരിപ്പിക്കുന്നത്. സാക്ഷാൽ പരബ്രഹ്മമാണ് ഗീതയിലെ മഹാജ്ഞാനിയായ ഗുരു. ശിഷ്യനാവട്ടെ ജിജ്ഞാസുവും. ഇവിടെയാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണാർജുന സംവാദം വിസ്മയകരവും വിശുദ്ധവുമാകുന്നത്. അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, കേശവഃ സമാധിസ്ഥ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ? അല്ലയോ ഭഗവാനീ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമെന്താണ്? അയാൾ എന്ത് സംസാരിക്കും, എങ്ങനെയിരിക്കും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, യഥാ ആത്മനാ ആത്മനി ഏവാ തുഷ്ട തഥാ സ്ഥിതപ്രജ്ഞഃ ഉച്യതേ. ഒരുവൻ എപ്പോൾ ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്നുവോ അപ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. തന്നിൽ എപ്പോൾ എല്ലാറ്റിനെയും എല്ലാറ്റിലും തന്നെയെയും കണ്ട് സന്തുഷ്ടനായിരിക്കുന്നുവോ അപ്പോൾ അയാൾ സ്ഥിതപ്രജ്ഞനാണ്. രതിരൂപമായ ഭാവി സുഖവും തൃപ്തിരൂപമായ വർത്തമാന സുഖവും സന്തുഷ്ടി രൂപമായ ഭൂതകാല സുഖവും തന്നിൽ തന്നെ അനുഭവിക്കുന്നവനാണ് ആത്മജ്ഞാനി. ഈ ആത്മജ്ഞാനിക്ക് മാത്രമേ സ്ഥിതപ്രജ്ഞനാകാൻ കഴിയുകയുള്ളൂ. സ്ഥിതപ്രജ്ഞനാകാൻ വിധിയോഗയുടെ ആവശ്യവും ഭഗവാൻ പറയുന്നു. ഇപ്രകാരം ഭഗവാൻ 61 ശ്ലോകങ്ങൾ വരെയാണ് അർജുനനെ പറഞ്ഞു കേൾപ്പിച്ചത്, നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 62. ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ധ്യായതേ വിഷയാൽ പുംസഃ സംഗസ്തേഷുപജായതേ. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ. സംഗാൽ സജ്ജായതേ കാമഃ
കാമാൽ ക്രോധാഭിജായതേ. സംഗാൽ സഞ്ജായതേ കാമഃ കാമാൽ ക്രോധാഭിജായതേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. വിഷയാൻ, വിഷയങ്ങളെ, ഇന്ദ്രിയ വസ്തുക്കളെ. ഇന്ദ്രിയ വസ്തുക്കൾ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയം കൊണ്ട് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഏതൊന്നും, സുഖകാമനകൾ നൽകുന്ന ഏതൊന്നും എന്നത് ഈ വിഷയാൻ എന്ന വാക്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ധ്യായതേ, ധ്യായതഃ, ധ്യായതഃ വിചാരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന, അതായത് വിഷയവസ്തുക്കളെ ധ്യാനിക്കുന്ന. പുംസഹ, ഇവിടെ പുരുഷനെന്ന് ആണ് പുംസക അർത്ഥമാക്കുന്നത്, എന്നാൽ സ്ത്രീകളുമില്ലേ? ഇവിടെ ഭഗവാൻ പുംസഹ എന്ന പ്രയോഗത്തിൽ ആളുകളെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയുടെ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ പുരുഷാരം എന്ന് പറയാറില്ലേ? പുരുഷാരത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ വിഷയങ്ങളെ, അതായത് ഇന്ദ്രിയ സുഖങ്ങളെ വിചാരിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ തേഷു, അവയിൽ, അതായത് തേഷു എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇന്ദ്രിയ വസ്തുക്കളിൽ, സംഗഹ, സംഗം, സംഗഹ ആസക്തി, ആഗ്രഹം, ഉപജായതേ ഉണ്ടാകുന്നു, ഉദിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. സംഗാൽ ആ ആസക്തി നിമിത്തം, ഇത്തരത്തിലുള്ള ആസക്തി കൊണ്ട്, കാമഹ, കാമം എന്നാൽ ആഗ്രഹം, ആശ എന്നൊക്കെയാണ് അർത്ഥം. നമുക്ക് ഇന്ദ്രിയ വസ്തുക്കളിൽ നിന്ന് നമ്മളിലേക്ക്, ഒരു ഇന്ദ്രിയ വസ്തുക്കളെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കായാലും ആ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ആസക്തി, ആഗ്രഹം, സംജായതേ ആഗ്രഹം ഉണ്ടാകുന്നു. കാമാൽ ഈ കാമത്തിൽ നിന്ന്, ഈ ആഗ്രഹത്തിൽ നിന്ന് എപ്പോഴെങ്കിലും അതിനു പ്രതിബന്ധം നേരിടുമ്പോൾ, ആ ആഗ്രഹത്തിൽ നിന്ന്, അതായത് ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ ആ ആഗ്രഹത്തിന് എപ്പോഴും തടസ്സം നിൽക്കുമ്പോൾ, അതായത് ആ കാമത്തിൽ നിന്ന് ക്രോധഃ, ക്രോധം, കോപം, അഭിജായതേ ഉണ്ടാകുന്നു, ഉദിക്കുന്നു. അതായത് വിഷയങ്ങളോടുള്ള ഒരു ആസക്തിയിൽ നിന്ന് അത് നടക്കാതെ പോകുമ്പോഴാണ് ക്രോധം, കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. വിഷയങ്ങളെപ്പറ്റി വിചാരിക്കുന്നവന് അവയിൽ ആസക്തി ജനിക്കുന്നു. അങ്ങനെ ആ ആസക്തി നിമിത്തം കാമവും, കാമത്തിൽ നിന്ന് അവന് ക്രോധവും ഉണ്ടാകുന്നു. അതായത് ഒരു മനുഷ്യൻ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനോട് ഒരു ആസക്തി വളർത്തിയെടുക്കുന്നുണ്ട്. ആ ആസക്തിയിൽ നിന്ന് ആഗ്രഹവും, ആഗ്രഹത്തിൽ നിന്ന് കോപവും ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മൾ മുതിർന്നവരോട്, നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോട്, ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തു നമുക്ക് കിട്ടായക കൊണ്ടാകാം, അത് നമ്മളുടെ അച്ഛനോടാകാം, അമ്മയോടാകാം, അല്ലെങ്കിൽ ജ്യേഷ്ഠനോടാകാം, നമ്മൾ ബഹുമാനിക്കേണ്ടവരോടാകാം. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഉള്ള ശ്രമം നടത്തുമ്പോൾ അത് സാധിക്കാതെ വന്നാൽ പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത തരത്തിലായിരിക്കും സംസാരിക്കുക. അവിടെ ബഹുമാനമോ അല്ലെങ്കിൽ പ്രായത്തോടുള്ള ഒരു സമീപനമോ ഒന്നും ആരിലും ഉണ്ടാവുകയില്ല. കോപം, അത്യാഗ്രഹം, ആഗ്രഹം, മറ്റു മാനസിക രോഗങ്ങൾ എന്നിവയെ വേദസാഹിത്യത്തിൽ മനസ്സിൻ്റെ രോഗമെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള മാനസിക രോഗങ്ങളായി നാം കഷ്ടപ്പെടുന്നതുണ്ട്, പലരും കഷ്ടപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളതൊന്നും അറിയുന്നില്ല. ആഗ്രഹം, കോപം, അത്യാഗ്രഹം, മറ്റ് മാനസിക രോഗങ്ങൾ എന്നിവയെ നാം ചികിത്സിക്കുന്നുമില്ല. കാരണം
അവയെ ഒരു മാനസിക രോഗമായി നാം തിരിച്ചറിയുന്നില്ല എന്നത് തന്നെ. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കൃഷ്ണൻ കൃത്യവും സമഗ്രവുമായ ധാരണ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം എത്ര സന്തോഷകരമാണെന്ന് തുടർച്ചയായി ചിന്തിക്കുമ്പോൾ മനസ്സ് അതിനോട് ആകർഷിക്കപ്പെടുമെന്ന് പറയുന്നു. ആഗ്രഹം വളരുമ്പോൾ അത് 2 അധിക പ്രശ്നങ്ങൾക്ക് ജന്മം നൽകുന്നു. അത് അത്യാഗ്രഹവും കോപവുമാണ്. ഒരു ആഗ്രഹത്തിൻ്റെ സംതൃപ്തിയിൽ നിന്നാണ് അത്യാഗ്രഹം ഉണ്ടാകുന്നത്. തൽഫലമായി ഒരു ആഗ്രഹം നിറവേറ്റുന്നത് ഒരിക്കലും അത് ഇല്ലാതാക്കില്ല. മറുവശത്ത് ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം തടസ്സപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അത് ആളുകളെ രോഷാകുലരാക്കുന്നു. കോപം എവിടെയും പ്രത്യക്ഷപ്പെടുന്നില്ലെന്ന് ഓർമ്മിക്കുക. ആവശ്യത്തിൻ്റെ തടസ്സം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ആസക്തിയിൽ ആഗ്രഹം ഉണ്ടാകുന്നു. ഇന്ദ്രിയങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ ആസക്തി ഉണ്ടാകുന്നു. ഇന്ദ്രിയ വസ്തുക്കളുടെ സുഖഭോഗങ്ങളെ എത്ര ലളിതമായി പരിഗണിക്കുന്നത് ഈ രീതിയിൽ അത്യാഗ്രഹവും ക്രോധവും എന്ന ഇരട്ട അസ്വസ്ഥതകളിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചിന്തകളാണ് എല്ലാറ്റിൻ്റെയും മൂലകാരണം. അതിനാൽ ഏതുതരം ചിന്തകളാണ് നമ്മൾ എപ്പോഴും നിരീക്ഷിക്കുന്നത്? മുമ്പ് പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ചിന്തകളെ ദൈവികതയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് ആത്മീയമായ പുരോഗതിക്കുള്ള ഏകമാർഗം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമ കാമാത് ക്രോധാഭിജായത്തെ. ഈ 62-ാമത്തെ ശ്ലോകത്തോട് ചേർത്തു വായിക്കേണ്ട ശ്ലോകം തന്നെയാണ് 63-ാമത്തെ ശ്ലോകവും. 62-ാം ശ്ലോകത്തിൽ ഭഗവാൻ ഈ പറഞ്ഞു വച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഈ 63-ാം ശ്ലോകത്തിലും വന്നിട്ടുള്ളത്. ശ്രീമദ് ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 63. ഈ ശ്ലോകം ഞാനൊന്ന് ചൊല്ലാം. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാൽ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാൽ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ക്രോധാൽ കോപത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് ഒക്കെ പറയാം. സമ്മോഹഃ അവിവേകം, അറിവില്ലായ്മ അല്ലെങ്കിൽ വ്യാമോഹം എന്നിവയൊക്കെ ഉണ്ടാകുന്നു. നേരത്തെ പറഞ്ഞു, നമ്മുടെ കോപം മൂലം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹത്തിന് വിഘാതം നിൽക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരോട്, അച്ഛനോട്, അമ്മയോട്, അമ്മാവനോട്, പഠിക്കുന്ന പാഠശാലകളിലാണെങ്കിൽ അവിടുത്തെ അധ്യാപകരോട് ഒക്കെ നമുക്ക് കോപമുണ്ടാകുന്നു. ഈ കോപമുണ്ടാകുമ്പോൾ അവിടെ അവിവേകമുണ്ടാകുന്നു, വിവരമില്ലായ്മ എന്നൊക്കെ പറയാറുണ്ട്. സമ്മോഹമുണ്ടാകുന്നു, അറിവില്ലായ്മയുണ്ടാകുന്നു. സമ്മോഹഃ അറിവില്ലായ്മ ഭവതി ഉണ്ടാകുന്നു, ഉണ്ടായി വരുന്നു. ക്രോധത്തിൽ നിന്ന്, സമ്മോഹ അവിവേകം, ഭവതി ഉണ്ടാകുന്നു. സമ്മോഹാൽ ഈ അവിവേകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ തിരിച്ചറിവില്ലായ്മയിൽ നിന്ന്, ഈ വ്യാമോഹത്തിൽ നിന്ന് സ്മൃതി വിഭ്രമഃ സ്മൃതിക്ക്
ഓർമ്മയ്ക്ക് വിഭ്രമഃ മാറ്റം, അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ, വിഭ്രമം സംഭവിക്കുന്നു. ഓർമ്മയില്ലായ്മ, ശാസ്ത്രങ്ങളും ആചാര്യനുമൊക്കെ ഉപദേശിച്ച അർത്ഥത്തിൻ്റെ ഓർമ്മയില്ലായ്മ, ഓർമ്മ പിശക്, വിഭ്രമം, പിശക് സംഭവിക്കുന്നു. ഓർമ്മ പിശക് സ്മൃതി വിഭ്രമഃ ഭവതി, ഓർമ്മ പിശക്, ഓർമ്മയില്ലായ്മ ഉണ്ടാകുന്നു. പിന്നെയോ സ്മൃതിഭ്രംശാൽ, ഈ ഓർമ്മക്കേടിൽ നിന്ന് ബുദ്ധിനാശക, നമ്മുടെ ബുദ്ധിക്ക് നാശം ഭവതി ഉണ്ടാകുന്നു. ബുദ്ധിനാശക ഭവതി, നമുക്ക് ബുദ്ധിനാശവും സംഭവിക്കുന്നു. ബുദ്ധിനാശാൽ, ഈ ബുദ്ധിനാശം ഹേതുവായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഓർമ്മക്കുറവും ബുദ്ധിനാശവും ഒക്കെ ഉണ്ടായിട്ട്, ബുദ്ധിനാശാൽ, ബുദ്ധിനാശം ഹേതുവായിട്ട് പ്രണശ്യതി, തീരെ നശിക്കുന്നു, മൃഗതുല്യനായി ഭവിക്കുന്നു എന്നാണ്. കോപത്തിൽ നിന്ന് അവിവേകമുണ്ടാകുന്നു, അവിവേകത്തിൽ നിന്ന് ഓർമ്മയില്ലായ്മയുണ്ടാകുന്നു, ഓർമ്മത്തെറ്റിൽ നിന്ന് ബുദ്ധിനാശം, ബുദ്ധിനാശം നിമിത്തം ഒരുവൻ മൃഗതുല്യനായി ഭവിക്കുന്നു. കോപം ന്യായവിധിയുടെ മേഘാവൃതത്തിലേക്ക് നയിക്കുന്നു. അത് ഓർമ്മയെ അമ്പരപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. സ്മരണ തെറ്റിയാൽ ബുദ്ധി നശിക്കും, ബുദ്ധി നശിച്ചാൽ എല്ലാം നശിക്കും. പ്രഭാതത്തിൽ മൂടൽമഞ്ഞ് സൂര്യപ്രകാശത്തിൽ ഒരു മൂടൽ മഞ്ഞുമറ സൃഷ്ടിക്കുന്നത് പോലെ കോപം ന്യായവിധിയെ തടസ്സപ്പെടുത്തുന്നു. കോപത്തിൽ ആളുകൾ പിന്നീട് പശ്ചാത്താപിക്കുന്ന തെറ്റുകൾ ചെയ്യുന്നു. കാരണം വികാരങ്ങളുടെ മൂടൽമഞ്ഞ് ബുദ്ധിയെ മൂടുന്നു. ചിലർ പറയും, അവൻ എന്നേക്കാൾ 20 വയസ്സ് കൂടുതലാണ്, എന്തുകൊണ്ടാണ് ഞാൻ അവനോട് ഇങ്ങനെ സംസാരിച്ചത്? എന്താണ് എനിക്ക് സംഭവിച്ചത്? വിധിയുടെ വിഷയത്തെ കോപം ബാധിച്ചു, അതിനാൽ മുതിർന്നവരെ ശകാരിക്കുന്ന തെറ്റ് സംഭവിച്ചു. ബുദ്ധി മേഘാവൃതമാകുമ്പോൾ അത് ഓർമ്മയുടെ ഭ്രമത്തിലേക്ക് നയിക്കുന്നു. ആ വ്യക്തി അപ്പോൾ ശരിയും തെറ്റും മറന്ന് വികാരങ്ങളുടെ കുതിപ്പിനൊപ്പം ഒഴുകുന്നു. അവിടെ നിന്ന് താഴേക്കുള്ള ഇറക്കം തുടങ്ങുന്നു. ഓർമ്മയുടെ ഭ്രമം ബുദ്ധിയുടെ നാശത്തിൽ കലാശിക്കുന്നു. ബുദ്ധിയാണ് ആന്തരിക വഴികാട്ടിയായതെങ്കിൽ അത് നശിക്കുമ്പോൾ ഒരാൾ നശിക്കുന്നു. ക്രോധാദ്ഭവതി സമ്മോഹ, സമ്മോഹാ സ്മൃതി വിഭ്രമഃ, സ്മൃതിഭ്രംശാദ് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.